ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കിയാലോ ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് എന്നുള്ളത്. നിങ്ങൾ എന്താ കാണുന്നത് അന്നായിരിക്കും ഈ ഗൈഡൻസ് നിങ്ങൾക്ക് റെലവൻ്റ് ആയിരിക്കുന്നത്. ഞാൻ ഡേറ്റും കാര്യങ്ങളും വെക്കുന്നില്ല. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ് എന്താണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. സ്പിരിറ്റെ ഡിവൈൻ ഗൈഡൻസ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ള ഡിവൈൻ ഗൈഡൻസ് ആണ് ഇന്നത്തെ ഗൈഡൻസ്. താങ്ക് യു വെരി മച്ച്. ഓൾ റൈറ്റ്. അതിന് മുന്നേ ഒരുപാട് സന്തോഷം, നിങ്ങൾ ഓരോരുത്തരും കണക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് 2-3 ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഡിലേസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് വൈസ് കുറച്ച് ഇഷ്യൂസും ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര വലിയ എനർജി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ബ്രേക്ക് എടുക്കുമായിരുന്നു. ഈ പറഞ്ഞ പോലെ കോൾഡും കഫും എൻ്റെ കൂടപ്പറപ്പാണ്. അപ്പം അത് ഇടയ്ക്ക് മുറയ്ക്കൊക്കെ വരും. ഇപ്പം റീസെൻ്റ്ലി ടച്ച് വുഡ് ശബ്ദം അടഞ്ഞു പോകുന്നൊരു പ്രക്രിയ നടക്കുന്നില്ല. അങ്ങനെ മാത്രം ഒരു ബ്ലെസ്സിങ് ഉണ്ട്. എനിവേ നമുക്ക് നോക്കാം ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന്. ഗുഡ് മോർണിംഗ് ഗൈസ്. 2 ഓഫ് വോൺസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും, അതിനെക്കുറിച്ച് ഒന്നും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് നമുക്കത് ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഫർദർ കാര്യം ചെയ്യണം. ഏതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് അടുത്ത സ്റ്റെപ്പായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കുക. ഒരു ജേർണിയെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തു, അടുത്ത് അതിന് വേണ്ടുന്ന എന്താ പറയുക ഹോട്ടൽ ബുക്കിങ്സും ബാക്കി കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. എന്തായിരുന്നാലും ഇന്നത്തെ ദിവസം നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു, അത് അടുത്ത സ്റ്റെപ്പ് വെക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ തോന്നിയൊരു ഇൻസ്പിറേഷൻ്റെ അടുത്ത ഗൈഡൻസ് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് സോർട്സിൻ്റെ കാർഡ് വരുമ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ചാടിക്കേറി ഓരോ കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളും കൊടുത്തു കളയരുത്. ഇന്നത്തെ ദിവസം കുറച്ച് അലേർട്ടായിട്ട് തന്നെ ഇരിക്കുക. നമ്മൾ പെട്ടെന്ന് കയറി ഒരു എന്താ പറയുക ആവേശത്തിൻ്റെ പുറത്ത് കയറി അങ്ങനെ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്തു തരാം, ഇത്ര പെട്ടെന്ന് ഞാൻ തീർത്ത് തരാം എന്നൊക്കെയുള്ള രീതിയിൽ ഒന്നും ചാടിക്കയറി കമ്മിറ്റ് ചെയ്ത് കളയരുത്. ക്വിക്ക് ആക്ഷൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. അതുപോലെ അത് തിങ്ക് ചെയ്യാതെ നമ്മൾ ചെയ്യുന്നൊരു എനർജിയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുന്നേ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെലിവറബിൾസ് കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക, അത് ആ പറയുന്ന ടൈം ലിമിറ്റിൽ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ചുമ്മാ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു കളയരുത്. പിന്നെ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കും. പിന്നെ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവും ലൈഫിൽ എല്ലാം എടുത്തുചാട്ടത്തിലൂടെ നമുക്കൊന്നും നേടാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും. ഇൻട്രസ്റ്റിംഗ്. ദ സ്റ്റാർ കാർഡ്, ഡെസ്റ്റിനിയുടെ കാർഡ്, വിഷ് ഫുൾഫിൽമെൻ്റ് കാർഡാണ്. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം, മേ ബി ഒരു ചെറിയ കാര്യമായിരിക്കാം, അല്ല ഭയങ്കര വലിയ മൊമെൻ്റ് തന്നെ ആവണമെന്നില്ല. ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ ചില ആൾക്കാർക്ക് ഇത് ഹീലിംഗ് എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു ഹീലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നു. നിങ്ങൾ ഹീൽഡ് ആവുന്നു, മുന്നോട്ട് പോകുന്നു. എന്തെങ്കിലും എന്താ പറയുക മനസ്സിനെ ഒരുപാട് വിഷമിപ്പിച്ച സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മനസ്സിന് വിഷമിച്ച സിറ്റുവേഷനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാതെ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച്, കാരണം നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഹീലിംഗ് എനർജി ഗൈസ്. കാരണം ഇത് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നമ്മൾ സാധാരണ റൈഡർ ടാരോ ഡെക്കിനകത്ത് നിങ്ങൾക്ക് അറിയാം, കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ പേഴ്സൺ എപ്പോഴും നോക്കുന്ന ഈ പാസ്റ്റിൽ നടന്ന 3 കപ്സിനെ കുറിച്ചും പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കാത്ത പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നു. ഇപ്പം എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ ലൈഫിൽ എന്താ ഉള്ളത്, അതിലെന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിലെന്തൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ട്, അത് മനസ്സിലാക്കി ഇന്നത്തെ ദിവസത്തിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഇന്നത്തെ ദിവസം ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിലൊരു പോസിറ്റീവ് എനർജിയാണ്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ റിയാലിറ്റിയിൽ കൊണ്ടുവരാമെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാവെന്നേ പറയാൻ പറ്റും. അത്രയും സൂപ്പർ എനർജി. നിങ്ങൾ പിന്നെ പല ആൾക്കാർക്കും അറിയാം, എൻ്റെ ലൈഫിൽ ഞാൻ ഒന്നും ചേസ് ചെയ്യേണ്ട, എല്ലാം എൻ്റെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്ത് വന്നോളും, എല്ലാം എൻ്റെ ലൈഫിലേക്ക് വന്നോളും. ഞാനായിട്ട് അങ്ങോട്ട് പോയി എനിക്കത് വേണം ഇത് വേണം എന്നുള്ള വാശിയും നിർബന്ധ ബുദ്ധിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. കാരണം എംപ്രസിൻ്റെ എനർജിയുടെ പ്രത്യേകത അതാണ്. പുള്ളിക്കാരത്തേക്ക് അറിയാം ഷീ ഈസ് ഇനഫ്. അതുപോലെ തന്നെ പുള്ളിക്കാരത്തേക്ക് എന്താഗ്രഹിക്കുന്നോ അതെല്ലാം പുള്ളിക്കാരത്തി ലൈഫിൽ വന്നു ചേരും.
അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്ത് പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാരത്തി ആ ഒരു അട്രാക്റ്റിങ്ങിൻ്റെ മോഡിൽ ഇരുന്നാൽ മതി. അത് നിങ്ങൾക്കും ആളുകൾക്ക് വളരെ സിഗ്നിഫിക്കൻസ് ആണ്. എന്തെങ്കിലും കാര്യം നമ്മുടെ ലൈഫിൽ നടക്കണമെങ്കിൽ അത് നടക്കണം എന്നുള്ള രീതിയിൽ ബഹളം വെച്ച് അതിൻ്റെ പുറകെ പോകുന്നതിനേക്കാളും എങ്ങനെയൊക്കെ നടത്താം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി അതിനുള്ള വേണ്ടുന്ന എനർജിയിലേക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ആ എനർജിയിലേക്ക് മാറാൻ കഴിയും. അപ്പം അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് ആ എനർജിയിലേക്ക് മാറി ആ അട്രാക്റ്റിംഗ് മോഡിലേക്ക് മാറുക. നിങ്ങൾ ചില ആൾക്കാരെങ്കിലും ഈ പറഞ്ഞ പോലെ എനിക്ക് ചേസ് ചെയ്യാൻ വയ്യ, എനിക്ക് ആ അട്രാക്റ്റിംഗ് മോഡിലേക്ക് വരാം, കാരണം യൂണിവേഴ്സ് അബണ്ടൻ്റ് ആണ്, യൂണിവേഴ്സ് ഇനഫാണ്, ഞാൻ എന്താഗ്രഹിച്ചാലും എൻ്റെ ലൈഫിൽ യൂണിവേഴ്സ് കൊണ്ടുതരും. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും പെൻറ്റക്കിൾസ് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് നല്ലൊരു ദിവസമായിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ വർക്ക് ചെയ്ത് തീർക്കും. ഇന്ന് ഒരു പെർട്ടിക്കുലർ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ കൂടുതലും നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങളുടെ ജോലിയിൽ തന്നെ ആയിരിക്കും. ഈ പെർട്ടിക്കുലർ പേഴ്സണാലിറ്റി പോലെ ചില ആൾക്കാർക്ക് ഇത് ലേണിങ്ങിൻ്റെയാണ്. എനിക്ക് പഠിത്തത്തിൽ ശ്രദ്ധ പോരാന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു ശ്രദ്ധിച്ചിരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഇത്ര പോർഷൻസ് ടാർഗറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഓഫ് കോഴ്സ് ചില ആൾക്കാർ എന്തെങ്കിലും പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെലിബ്രേഷൻ, ചിലപ്പം ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ ആവാം, അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഒരുപാട് എന്താ പറയുക, ഇന്നത്തെ ദിവസം ഒരുപാട് ചേഞ്ചസും അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സിൻ്റെ ഒക്കെ ഒരു ദിവസമായിരിക്കും. ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ദിവസമായിരിക്കും. നമുക്ക് നോക്കാം ഫർദർ നമ്മൾ എന്തെങ്കിലും ഇന്നത്തെ ദിവസം പർട്ടിക്കുലർലി അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. ഇന്നത്തെ ദിവസത്തെ എന്തെങ്കിലും പർട്ടിക്കുലർലി അറിഞ്ഞിരിക്കാനുണ്ടോ സ്പിരിറ്റെ? ആർക്കേഞ്ചൽ മൈക്കിൾ സ്പിരിറ്റ്. ഓക്കെ, മനസ്സിനെ മാത്രം ഒന്ന് കൺട്രോൾ ചെയ്യണേ. കാര്യം മനസ്സാണ് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ചാഞ്ചാടിയിരിക്കുന്നത്. ഓക്കെ, 5 സോഴ്സിൻ്റെ കാർഡ് മനസ്സ് മാത്രമല്ല, ചില ആൾക്കാർക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് അലേർട്ടായിട്ടിരിക്കണേ. ഇന്നത്തെ ദിവസം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരിൽ എന്തെങ്കിലും ജെനുവിനിറ്റി എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. കാരണം 5 സോഴ്സിൻ്റെ കാർഡ് ഒന്നുകിൽ നമ്മുടെ മൈൻഡ് എനർജി ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ മുന്നിൽ നിന്ന് വളരെ കാര്യമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന എനർജിയാണ്, നമ്മുടെ പുറകിൽ നിന്ന് കുത്തുക എന്ന് പറയില്ലേ, അങ്ങനത്തെ എനർജിയുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പല ആൾക്കാരും തിരിച്ചറിയുന്നൊരു ദിവസമായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് മെൻ്റൽ സ്ട്രെങ്ത്ത്, നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിയുമ്പോൾ നമുക്ക് ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്തും നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും ഒക്കെ നമ്മുടെ ലൈഫിൽ ഡിവൈൻ തരും. ഓക്കെ, അങ്ങനെ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നോക്കാം നമുക്ക് ഇന്നത്തെ ദിവസം വേറെ എന്തെങ്കിലും പർട്ടിക്കുലർലി അറിയാനുണ്ടോ എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ടഫ് സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോയി, എന്നാ എൻ്റെ ബ്ലെസ്സിങ്സ്, എന്നാ എൻ്റെ ഗുഡ് ലക്ക് എന്നൊക്കെയുള്ള രീതിയിൽ ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് ഒരുപാട് താമസമുള്ളതായിട്ട് കാർഡ്സ് വൈസ് എനർജി കിട്ടുന്നില്ല. നിങ്ങളെ ആരെങ്കിലുമൊക്കെ എന്താ പറയുക ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നൊരു ദിവസമായിരിക്കും. ഇമോഷണൽ സപ്പോർട്ടിൻ്റെ എനർജി എനിക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ബ്ലെസ്സിങ്സ്, ചില ആൾക്കാർ ന്യൂ ജേണിയെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയൊരു ജേണി അല്ലെങ്കിൽ പുതിയ രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യണം, എൻ്റെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാവും. 8 ഓഫ് വോൺസ്, എന്തെങ്കിലും ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കമ്മ്യൂണിക്കേഷൻ, കുറച്ച് ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ടും നിങ്ങൾ വിറ്റ്നസ് ചെയ്യുന്നൊരു ദിവസമായിരിക്കും. ഓക്കെ, പിന്നെ ചില ആൾക്കാരുടെ നമ്മൾ പറയില്ലേ നിങ്ങളുടെ ഒരു ക്ലീനിങ് ഡേ ആയിരിക്കും എന്ന് വെച്ചാൽ അത്രയും എൻ്റെ എന്താ ആൽമേറ ഒന്ന് വൃത്തിയാക്കി എടുക്കാം, അതിനകത്ത് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളുണ്ടെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടി മാറ്റാം. അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റൻ ചെയ്യാന്ന് പറയില്ലേ, എന്ന് വെച്ചാൽ നമ്മുടെ ഇയാളുടെ പ്രത്യേകത പറഞ്ഞാൽ ഇയാൾ ഒരു ട്രാവൽ പോകുന്ന ആളാണ്, പക്ഷേ ഇയാളുടെ പ്രത്യേകത ഇയാളുടെ ബാഗേജ് ഭയങ്കര കുറവാണ്. നമ്മളൊക്കെ ട്രാവൽ പോകണമെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി, എനിക്കൊക്കെ 1ഉം 2ഉം ബാഗ് ഒന്നും തികയില്ല, അങ്ങനത്തെ ആളാണ് ഞാൻ. പക്ഷേ പറഞ്ഞ പോലെ ഈ എനർജിയാണ് ആക്ച്വലി നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എന്ത് വേണോ ഓക്കെ അത് മാത്രം നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകുക. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും കേട്ടോ. പല ആഹാ മൊമെൻറ്റ്സ് ഉണ്ടാവുന്ന ആഹാ മൊമെൻറ്റിൻ്റെ എനർജി കുറച്ച് കൂടുതലാണ് 2 ദിവസമായിട്ട്. നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ആഹാ മൊമെൻറ്റ്സ് ഉണ്ടാവുന്നതായിട്ട് ഞാൻ ഈ കാർഡ്സ് വൈസ് കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ലൈഫിലും ഇന്നത്തെ ദിവസം വളരെ നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള എനർജിയിലായിരിക്കട്ടെ. എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരട്ടെ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.